നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വാസ എയർപോർട്ടിലാണ്. അങ്ങനെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൗണ്ട് എൽബ്രൂസിലേക്കുള്ള യാത്രയാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഫ്ലൈറ്റ്. ഇവിടുന്ന് നേരെ സ്റ്റോക്ക്ഹോമാണ്. അപ്പം വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ഇതാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ എയർപോർട്ട്. ഇത്രേ ഉള്ളൂ. ഫ്ലൈറ്റ് ഇവിടെ വരും. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ 3 ഫ്ലൈറ്റ് ഉണ്ട് ഇവിടുന്ന്. ഇത് നേരെ സ്റ്റോക്ക്ഹോമിലേക്കാണ്. ഒരു മണിക്കൂർ എടുത്തു കേട്ടോ സ്റ്റോക്ക്ഹോമിലേക്ക്. അങ്ങനെ സ്റ്റോക്ക്ഹോമിലെത്തി. സ്റ്റോക്ക്ഹോമിൽ ഓൾമോസ്റ്റ് ഒരു 3 മണിക്കൂറോളം നമുക്ക് ടൈമുണ്ട്. പിന്നെ ലഞ്ചൊന്നും കഴിച്ചില്ലായിരുന്നു. ഒരു ചിക്കൻ സാലഡ് എടുത്തു. ഇവിടുന്ന് 3:30-ക്കാണ് എമിറേറ്റ്സ് ഫ്ലൈറ്റ്. എന്നിട്ട് രാത്രി 12 മണിയൊക്കെ ആകുമ്പോഴേക്കും ദുബായ് ചെല്ലും. ദുബായിൽ നിന്ന് നാളെ കേട്ടോ റഷ്യക്ക് ഫ്ലൈറ്റ്. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിലൊരു 6-7 പേരോളം ഉണ്ട്. എല്ലാവരും ദുബായിൽ വെച്ച് നമ്മൾ കണക്ട് ചെയ്യും. ഞാൻ 2 മണിയായപ്പോഴേക്കും ദുബായിലെത്തി. അപ്പം നാളെയാണ് ഇവിടുന്ന് ഫ്ലൈറ്റ്. അപ്പോൾ ഞാനിവിടെ പവർ എടുത്തു. 6 മണിക്കൂറിന് 148 യൂറോ, കുളിക്കാനും കൂടെ പറ്റുന്നതിന്. ഇതാണ് സ്ലീപ്പ് ഓവർ ക്യാബിന്. ഇത് ബെഡാവും. ഇവിടെ നമ്മുടെ ലഗേജ് വയ്ക്കാം. ഒരു 6 മണിക്കൂർ കിടന്ന് ഉറങ്ങുക. 8:30 ആകുമ്പോഴേക്കും ചെക്കൗട്ട് ചെയ്യണം. 8:30 ആകുമ്പോഴാണ് കുളിക്കുന്ന ടൈം എടുത്തേക്കുന്നത്. നമ്മൾ 6 മണിക്കൂറാണ് ഇവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുന്നത്. 6 മണിക്കൂർ റെസ്റ്റൊക്കെ എടുത്തു. ഇന്നലെ ഭയങ്കര ഹാർഡായിരുന്നു ഉറങ്ങാൻ. കാരണം നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാറില്ല. അപ്പോൾ ആദ്യമേ നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ഓക്കെ പോകാൻ പറ്റും എന്നുള്ള ധാരണയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ശരിക്കും ഒന്നും ചിരിക്കാൻ പറ്റുന്നില്ല. യാത്രയിലേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇത്രയും ദിവസങ്ങൾ ഇത്രയും നാളുകൾ നമ്മളെപ്പോഴും മക്കളുടെയും അല്ലെങ്കിൽ ചിപ്പിൻ്റെയൊക്കെ ഒപ്പമായിരുന്നല്ലോ എപ്പോഴും തന്നെ ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാർഡാണ്. ഇൻട്രസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോകാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 50-50 ചാൻസ് പോലെയാണ്. നമുക്ക് ആരെങ്കിലും നേരെ നോക്കി സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട്, ഈവൻ വീഡിയോ എടുക്കാൻ പോലെ തന്നെ ഒരു എന്തോ ഭയങ്കര ബുദ്ധിമുട്ട്, നമ്മളെ എന്തോ പിടിച്ച് വലിക്കുന്നൊരു ഫീലാണ്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഉറങ്ങാനൊന്നും പറ്റിയില്ല. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒരു പക്ഷേ അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ചിലർക്കൊക്കെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനെ മാറി അങ്ങനെ നിൽക്കാറില്ല, വീട്ടിൽ നിൽക്കാറില്ല. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഇനി വൈകിട്ടാകുമ്പോഴേക്കുമാണ് എല്ലാവരും എയർപോർട്ടിൽ വരുന്നത്. അപ്പം ഞാൻ ചെക്കൗട്ട് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് എയർപോർട്ടിലൊക്കെ നടക്കാനും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നതിന് ശേഷം ഗേറ്റിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമുക്ക് കോഫി എടുക്കാം. കോഫി, ജ്യൂസ്, സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ നമുക്ക് എടുക്കാം. ഞാനൊരു കോഫി എടുത്തിട്ടുണ്ട്. നമ്മളെല്ലാവരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലുള്ള എല്ലാവരെക്കുറിച്ച് ചിന്തിക്കുന്നു, അവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, എങ്ങനെ ചിപ്പ് മാനേജ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഞാനിവിടെ ലോഞ്ച് എടുത്തു. 4 മണിക്കൂർ നേരം ഇവിടെ ഉണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ഇനി പോകാൻ നേരത്ത് കുറച്ച് ലഞ്ചിൻ്റെ കുറച്ച് കഴിച്ചിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും കഴിക്കേണ്ടല്ലോ. ലഞ്ചായിട്ട് എടുത്തത് റൈസ് എടുത്തിട്ടുണ്ട്, ചിക്കൻ എടുത്തിട്ടുണ്ട്. പരിപ്പോറി കണ്ടിട്ട് നല്ല ലുക്കായിട്ട് തോന്നുന്നുണ്ട്. പരിപ്പോറി എടുത്തു. സമയം 1 മണിയാറേ. 1:30 ആകുമ്പോഴേക്കും ഞാൻ ഇവിടുന്ന് ഈ ലോഞ്ചിൽ നിന്ന് പോകണം. അങ്ങനെ ലോഞ്ചിൽ നിന്ന് നല്ല അടിപൊളി ഫുഡായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ അടിപൊളിയൊന്നുമല്ല. ഇത് സാധാരണ ചോറും പരിപ്പറിയും ഒരു ചിക്കനും അതൊക്കെ കഴിച്ചു. ഇനി പതുക്കെ ഒന്ന് കുറച്ച് ഷോപ്പിലൂടെയൊക്കെ അതിലൂടെയൊക്കെ നടക്കുക. അത് കഴിഞ്ഞ ശേഷം ഗേറ്റിലേക്ക് പോവുക. ഇതൊക്കെ തന്നെയുള്ളൂ. അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇവിടെയൊക്കെ കറങ്ങാം. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ വെറുതെ ഈ അലഞ്ഞ് നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പോയില്ല. അപ്പം ഇനിയിപ്പോൾ അവരെല്ലാവരും വരും. ഇതിനു മുമ്പ് പരിചയമില്ല. അപ്പോൾ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം, സമയത്ത് പരിചയപ്പെടാം. അങ്ങനെ യാത്ര കുറച്ച് ഈസി ആയിരിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇവിടുന്ന് ഫുഡൊക്കെ കഴിഞ്ഞു. ഇവിടുന്ന് നമ്മൾ ഗേറ്റിലേക്ക് പോവുകയാണ്. അതിനിടയ്ക്ക് ചുമ്മാ കണ്ട ഷോപ്പിങ്ങിനൊക്കെ നോക്കി, ഒന്നും വാങ്ങുന്നൊന്നുമില്ല. അങ്ങോട്ട് പോകുമ്പോൾ ഒന്നും വാങ്ങിച്ചിട്ട് കാര്യമില്ല, തിരിച്ച് നമ്മൾ കൊണ്ടുവരണ്ടേ. പിന്നെ എൻ്റെ മെയിൻ ലഗേജ് കിട്ടുന്നത് എൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷനിലാണ്. അതായത് അതിൻ്റെ പേരെന്ന് പറയുന്നത് ഒരു പ്രത്യേക പേര്, മിനർലി ഓടെ. അതായത്
അതിൻ്റെ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ മിനറൽ വാട്ടർ എന്നാണ് ഞാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേര്. അവിടെയാണ് മൗണ്ട് എൽബ്രൂസ്. അവിടുന്ന് പിന്നെയും ഉണ്ട് കേട്ടോ 2 മണിക്കൂർ കാറിൽ യാത്ര ചെയ്യണം. അപ്പം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുക്കാം. തന്നെ പോയി ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് എനിക്ക് പരിചയമില്ല. അതിൻ്റേതായ പ്രശ്നങ്ങൾ എനിക്കുമുണ്ട്. നമ്മൾ റഷ്യക്ക് പോവാണ്. നമ്മൾ 10 പേരുടെ ഗ്രൂപ്പാട്ടോ. ഇവിടുന്ന് 9:50-നാണ് ഫ്ലൈറ്റ്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ വാലറ്റത്തിരുന്ന് യാത്ര ചെയ്യുന്നത്. എൻ്റെ ഏറ്റവും ബാക്കിലുള്ള സീറ്റാണ് 32. അതായത് ഇത് കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് മാത്രമുള്ള സീറ്റുള്ളൂ. എൻ്റെ ഗ്രൂപ്പിൽ 10 പേരാണുള്ളത്. കുറച്ച് പേര് UAE എന്നുള്ളത്, കുറച്ച് പേര് നാട്ടിൽ നിന്നുള്ളത്, ഒരാൾ UK എന്നുള്ളത് തോന്നും. അപ്പോൾ അങ്ങനെ നമുക്കിന്ന് അവിടെ ചെന്നിട്ട് കാണാം. ഞങ്ങളവിടെ ഒരു വെളുപ്പിന് 3:30 ചെല്ലും. നമ്മൾ ലാൻഡ് ചെയ്യുകയാണ്. ഇപ്പോൾ 4 മണിയായി. ടാക്സിയൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നീണ്ട ഒരു 2 മണിക്കൂറിന് ശേഷം എയർപോർട്ടിന് പുറത്തിറങ്ങി. 2 മണിക്കൂറോളം എടുത്തു. കാരണം വെച്ചാൽ ഇമിഗ്രേഷൻ ഭയങ്കര ടൈറ്റായിരുന്നു. ഇവിടുന്ന് 3 മണിക്കൂർ യാത്രയുണ്ട് അല്ലേ? പോകുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ചായ ഉണ്ടോയെന്ന് അറിയത്തില്ല. നമ്മൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നില്ല, അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ഡോളർ കൊണ്ടുവന്നത് കൊണ്ട് ഞങ്ങൾ റൂബിളിലേക്ക് മാറ്റിയില്ലായിരുന്നു. ഡോളർ എടുക്കാൻ പറഞ്ഞാൽ ഡോളർ എടുത്തു. പക്ഷേ ഇപ്പോൾ ഡോളർ എടുക്കത്തില്ല. പിന്നെ ഡ്രൈവറാണ് നമ്മുടെ ചായയുടെ പൈസ കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തി. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന പോലത്തെ ബിൽഡിങ്ങുകളൊക്കെയാണ് മൊത്തം. ആൾ താമസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടികളൊക്കെ കിടപ്പുണ്ട്. ഇതൊരു മൈനിങ് കേന്ദ്രമായിരുന്നു. അതിനുവേണ്ടി ഫ്ലാറ്റ് ചെയ്തു കൊടുത്തതാണ് ഇതെല്ലാം പഴയ സോവിയറ്റ് യൂണിയന്റെ സെയിം ടൈപ്പാണ്. ആൾ താമസമൊന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? മിക്കടുത്തും ഒഴിഞ്ഞു പോയി കാണും. ചില ഫ്ലാറ്റിലൊക്കെ ഡ്രസ്സ് കിടക്കുന്നതുണ്ട്. അതുകൊണ്ട് ഇവിടെ ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഗവൺമെന്റ് സ്കീംസ് എല്ലാം കൊടുക്കുന്നു. ഒരു കുട്ടി കൂടുതലുണ്ടായി കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ടെല്ലാം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊടുക്കും. കാര്യം ഇവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സീറോ പോപ്പുലേഷനാണ്. നമ്മുടെ ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് മാത്രമേ സീറോ പോപ്പുലേഷൻ ഉള്ളൂ. അത് പത്തനംതിട്ടയാണ്. സീറോ അല്ല, നെഗറ്റീവ് പോപ്പുലേഷൻ. അതാണ് സീറോ പോപ്പുലേഷൻ എന്നാണ് നമ്മൾ ആ ടേം പറയുന്നത്. അല്ല, ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഒരുപോലെ വന്നാൽ ഇറ്റ് ഈസ് നോട്ട് സീറോ പോപ്പുലേഷൻ. ബർത്ത് റേറ്റിനേക്കാളും കൂടുതൽ ഡെത്ത് റേറ്റ് ആയി. എല്ലാവരും ഒരു കുട്ടിയേ ഉള്ളൂ. എല്ലാവരും മൈഗ്രേറ്റ് ചെയ്ത് പോകും. യൂറോപ്പ് ഫേസ് ചെയ്യുന്ന മെയിൻ ഇഷ്യൂ അതാണ്. സാധാരണ ഗ്രോത്ത് വരുന്നുണ്ട് പോപ്പുലേഷൻ. പക്ഷെ അതിന് ഡെത്ത് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഗ്രോത്ത് വരുന്നത് ആഫ്രിക്കയിലാണ്. അവിടെ 3.5, നൈജീരിയയിലൊക്കെ 3.5 ആണ് ആനുവൽ ഗ്രോത്ത് റേറ്റ്. ലോകത്തിന്റെ ഒരു പവർ ഹൗസ് ആയിട്ട് മാറും. രാജ്യത്തിന് മാത്രമല്ല, നമുക്ക് ശരിക്കും മാൻ പവർ ആണല്ലോ ഇന്ത്യയുടെ കരുത്ത്. അത് പോയി കഴിഞ്ഞാൽ നമുക്ക് മെക്കനൈസേഷൻ പോലും ഇല്ലല്ലോ. കൃഷി വരെ അവിടെ ചെയ്യുന്നത് കൈകൊണ്ടല്ലേ. മുന്നോട്ടേ നമ്മൾ മാൻ പവർ എക്സ്പോർട്ട് ആയിരുന്നു നമ്മുടെ ഏറ്റവും വലിയ പരിപാടി. മുന്നോട്ട് എയർ എക്സ്പോർട്ടും ഇല്ല, ഒന്നുമില്ല. ആർക്കും വേണ്ടല്ലോ. എവിടെ വേണം? നമ്മളിപ്പം ഗൾഫൊക്കെ സാച്ചുറേറ്റഡ് ആയി. ശേഷം ഒരുപാട് ജോലിയുണ്ട്. പോയി വീണ്ടും കൃഷിയിലേക്ക് ഇറങ്ങേണ്ടി വരും മനുഷ്യർ. പക്ഷെ അതിന് സ്ഥലവുമില്ല. ഞങ്ങൾ ഇന്നത്തെ ദിവസം താമസിക്കുന്ന ഈ ഒരു അപ്പാർട്ട്മെൻറ്റിനകത്താണ്. അപ്പം 2 അപ്പാർട്ട്മെൻറ്റാണ് നമുക്കുള്ളത്. 5 പേര് ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നു. അടുത്ത 5 പേര് വേറൊരു അപ്പാർട്ട്മെൻറ്റിൽ. അതിനുശേഷം നാളെയാണ് നമ്മൾ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്നത്.
അപ്പാർട്ട്മെന്റ് അകത്തേക്ക് കയറുമ്പോൾ പേടിയാവുന്നല്ലേ. നമ്മൾ വന്നിരിക്കുന്ന അഡ്വഞ്ചർ ആയിട്ടുള്ള യാത്രയ്ക്കാണല്ലോ. ദൈവമേ, 2-3 ദിവസത്തേക്കൊന്നും പറ്റരുതേ. കാര്യം കുറെ ഫുഡിന്റെ കാര്യം ചോദിച്ചപ്പോഴേ അടുത്ത അപ്പാർട്ട്മെന്റിൽ പോകുന്ന കാണിച്ചതാണോ തന്നെയായിരിക്കും. റൂമിൻ്റെ അകം ഇങ്ങനെയാണ്. നമ്മൾ ഈ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വരുമ്പം നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സൗകര്യങ്ങളുണ്ടാവത്തുള്ളൂ. അതിനകത്ത് നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് ജീവിക്കുക. പ്രത്യേകിച്ച് ഇതിനകത്ത് നമ്മൾ 2 പേരാണ് കിടക്കേണ്ടത്. ഓൾറെഡി ഇത് ഒരു സെറ്റിയാണ്, അത് ബെഡാക്കിയേക്കുന്നതാണ്. ബട്ട് നമ്മൾ ഇതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകണം. 2 ദിവസമായി ഉറങ്ങിയിട്ട്. ഇന്നിവിടെ കിടന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നാളെ തൊട്ടാണ് നമ്മൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നത്. എൽബ്രസ്കി വില്ലേജ് ഞങ്ങളൊന്നും കഴിച്ചില്ല. അപ്പോൾ ഇവിടെ ഒരു ഷോപ്പൊക്കെ തപ്പി ഇറങ്ങിയതാണ്. നമുക്ക് ഇവിടുന്ന് 45 കിലോമീറ്റർ ഉണ്ട് മൗണ്ടനിലേക്ക്. ബേസ് ക്യാമ്പ് അല്ലേ. ഇതാണ് ഇവിടുത്തെ സിറ്റി സെൻറ്റർ. ഒരു മോസ്കിൻ്റെ ലുക്ക് ഉണ്ട് അല്ലേ. മോസ്ക് അല്ലേ. രസമുണ്ട്. ഒരു ദിവസത്തേക്ക് ഉള്ളൂ ഇവിടെ ഇതിനകത്ത്. ഇവിടുത്തെ ഗവൺമെൻറ് ഓഫീസുകളൊക്കെയാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അല്ലേ. ഒരു പാർലമെൻറ്റ് സെറ്റപ്പൊക്കെ അല്ലേ. നോർവേയിലെ ചില സ്ഥലങ്ങളെ പോലെ ബിൽഡിങ്ങുകളെല്ലാം പഴയതാണെന്ന് മാത്രമേ ഉള്ളൂ. നോർവേയുടെ ഒരു ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ട്. നേരമായിട്ട് ഒരു ചെറിയൊരു ഹോട്ടൽ അന്വേഷിച്ച് നടന്നതാണ്. ഫൈനലി നമ്മൾ കണ്ടുപിടിച്ചു. ഇവിടെ 10 പേർക്കുള്ള ഫുഡ് ഉണ്ടാവില്ല എന്നുള്ളതാണ് സംശയം. ഇവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല. ഇവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക, സാധനങ്ങൾ ഓർഡർ ചെയ്യുക. ഇതാണ് എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ട്. ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടല്ലോ, ബീഫും ഉണ്ട്. ബട്ടർ ഇല്ല, സോഫ്റ്റ് ആണോ. ഇത് നല്ല പൂരിയുടെ പോലത്തെ മണം അല്ലേ. പൂരിയുടെ പരിഷ്കരിച്ച രൂപമാണ്. ഇതിൽ നിന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഈ സാധനങ്ങളെല്ലാം ഉണ്ടായത്. അല്ല സത്യമാണ്. പൂരി ടേസ്റ്റ് തന്നെയാണോ. ഇതിനകത്ത് ചീസാണ്. ഇവരുടെ മെയിൻ വരുമാന മാർഗം കന്നുകാലി വളർത്ത്, പിന്നെ ഇതിന് ചീസ് ഉണ്ടാക്കിയെടുക്കുക, പിന്നെ തേന്, ഇതൊക്കെയാണ് ഈ ഗ്രാമത്തിൽ. നല്ല സോഫ്റ്റ്, നല്ല അടിപൊളി ടേസ്റ്റ്. നല്ല ടേസ്റ്റ്. അതായത് അങ്ങനെ ചീസ് എക്സ്ട്രാ ഒന്നുമില്ല. നല്ല ക്രീമിയുള്ള. അതുപോലെ ഇവർ നമുക്ക് ചീസ് കൊണ്ടുവന്നായിരുന്നേ. ഭയങ്കര ടേസ്റ്റ് ഇവിടുത്തെ ചീസിന്. ഇത് ഇവിടുത്തെ എൽബ്രൂസിലെ ഉള്ള ലോക്കൽ ഏരിയയിൽ കിട്ടുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് പറയുന്നത്. ഇത് നമ്മുടെ നോർമൽ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ പൊട്ടറ്റോ ഒക്കെ മിക്സ് ചെയ്തിട്ട് ചീസ് നിറച്ച് എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് മുക്കി കോരിയെടുക്കുന്ന സാധനം. ഇത് കൊള്ളാട്ടോ. അത് ഇനി ആരെങ്കിലും റഷ്യയിലേക്ക് വരുമ്പോൾ ഈ സാധനം കിട്ടുവാണെങ്കിൽ പരീക്ഷിച്ചോ, ഇഷ്ടപ്പെട്ടു. ഇത് ചിക്കൻ്റെ പിസയാണ്. ഇതിനെല്ലാം ടേസ്റ്റ് കൂടാൻ കാരണമുണ്ടല്ലോ ഇവിടുത്തെ ചീസിൻ്റെ പ്രത്യേകത ഒന്നേ. ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര സോഫ്റ്റാണ്. ചിക്കൻ കട്ട്ലറ്റ് ഓർഡർ ചെയ്താണ്. അതിൻ്റെ കൂടെ ഇത്ര സാധനം വന്നു. ഇതെല്ലാം എവിടെ പോകുമെന്ന് അറിയത്തില്ല. ഇതിനകത്ത് ചീസാണ്. ഇത് എന്നാ സംഭവിച്ചത്? ചിക്കനാണ്. ഫുൾ ചിക്കൻ. ഇവിടുത്തെ ആന ചിക്കനാണെന്ന് പറയുന്നത്. ഇതോടുകൂടി നമ്മളുടെ ഇനി നിർത്തിക്കോളാം. ഇത് ഞങ്ങള് ഓർഡർ ചെയ്ത ഒരു സൈഡിൽ പോയി എത്തിയിട്ടില്ല. ചിക്കൻ വന്നില്ലല്ലോ. ഇല്ല, ഇത് ചിക്കൻ അല്ലേ. കാലില്ലാത്ത ചിക്കൻ ഉണ്ടോ?
നാട്ടിലെ സർക്കംസ്റ്റാൻസിന് കണ്ടോ കാലുണ്ടോ ആ സാധനം സാധനം ഇതിന്ന് ബിൽഡ് ആകും അല്ലേ? അവർ കൊണ്ടുവന്ന ഫുഡ് നമുക്ക് അതിൻ്റെ 4-1 പോലും കഴിക്കാൻ പറ്റില്ല. പിന്നെ പാക്ക് ചെയ്ത് നമ്മളെടുത്തു. കുറച്ച് സാധനങ്ങൾ പിന്നെ വേണ്ടാന്ന് പറഞ്ഞു. എവിടെ നോക്കിയാലും ചെങ്കുടി കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെ നാട്ടിലത്തെ പോലത്തെ ചെറിയ പലചരക്ക് കട. ഇവിടെ ഉണ്ടാക്കുന്ന ചീസാണ്. കണ്ടോ, ഫ്രഷ് സാധനം. പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കൺട്രി സൈഡിലായതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് ഇവിടുത്തെ ചീസ് കൊണ്ടുണ്ടാക്കിയ ഫുഡിന്. വൈകിട്ടായപ്പോഴേക്ക് ഞങ്ങൾ നടക്കാനൊക്കെ ഇറങ്ങിയാണ്. ചെറിയ കോട. ഇവിടുത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സെൻ്റർ ആട്ടോ ഇത്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ ഇവിടുത്തെ ലുലു മാള്. ഇവിടുത്തെ ലുലു മാൾ. അല്ലെങ്കിൽ നമുക്ക് 2 അപ്പാർട്ട്മെൻറ്റ് കിട്ടിയ ഒരു ഈ അപ്പാർട്ട്മെൻറ്റിനകത്ത് 6 പേർക്ക് താമസിക്കാൻ പറ്റുന്ന പോലത്തെ. ഇത് കുഴപ്പമില്ല, ഇത് നല്ലതാണ്. ഇവിടെ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച ലഞ്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇവർ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളെല്ലാം കൂടി തൊട്ടടുത്തുള്ള പിള്ളേരൊക്കെ ആയിട്ട് വോളിബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഭയങ്കര ഷൈ ആയിട്ടുള്ള ആൾക്കാരല്ല കേട്ടോ. നമ്മളിവിടെ വന്നപ്പം നമുക്ക് ഭയങ്കര കൗതുകം തോന്നി. കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഡോറ് ഭയങ്കര ഹെവിയാണ്. എന്നാൽ എത്ര പഴയ വീടാണെങ്കിൽ പോലും ഡോറ് ഭയങ്കര ഹെവി. ഒരു പക്ഷേ ഇവിടെ മോഷണമൊക്കെ ഉണ്ടാവാം. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം. ഭയങ്കര ഹെവിയാണ്. നമ്മുടെ സബ്മിറ്റ് ചെയ്യാനുള്ള ഡ്രസ്സുകളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പം നമ്മുടെ ഇനഫായിട്ടുള്ള ഡ്രസ്സ് ഉണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ വാടകയ്ക്ക് എടുക്കണം. അപ്പം പുള്ളി ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നതാണ്. അങ്ങനെ എല്ലാവരുടെയും എടുത്ത് വെച്ചേക്കുന്നു. രാവിലെ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. ഇവിടെ നമ്മൾ ജസ്റ്റ് ചായ കുടിച്ചു. അത് കഴിഞ്ഞ ശേഷം ഇതെല്ലാം പാക്ക് ചെയ്ത് അക്ലമറ്റൈസേഷൻ ഉണ്ട്. അപ്പം ചെറിയ ട്രക്കിംഗ് ഉണ്ട് ഇന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ എത്രയൊക്കെ സാധനം വാങ്ങിച്ചെന്ന് പറഞ്ഞാലും ഇവർ നമ്മളെ കുറേ കാര്യത്തിൽ പെടുത്തും. പക്ഷേ ഇത് ആവശ്യമുള്ളതായിരിക്കാം. സമ്മിറ്റ് ഗ്ലൗസ് ആണ്. ഇതിനൊക്കെ റെൻറ്റ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. റെൻറ്റിനെന്ന് പറയുന്നത് നല്ല എമൗണ്ട് ആണ്. അതിന് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എവറസ്റ്റിന് കയറുന്ന ജാക്കറ്റാന്ന് പറയുന്നത്. നമ്മൾ കൊണ്ടുവന്ന സാധനമൊന്നും പറ്റത്തില്ല. ഇവരുടെ ജാക്കറ്റ് നമുക്ക് വേണം. ഇതിന് ഒരു ദിവസത്തേക്ക് റെന്റ് എത്രയായിരുന്നു? 30 യൂറോയാണ് ഒരു ദിവസത്തേക്ക് റെന്റ് ഇവർ പറയുന്നത്. ഇതിനകത്ത് ഞങ്ങൾക്ക് പണി കിട്ടാൻ പോകുന്നത് ഈവൻ എല്ലാ സാധനവും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 1-2 സാധനം വെച്ചു, ബാക്കിയെല്ലാം ഇവിടെ നിന്ന് റെന്റ് എടുക്കണമെന്ന്. വെയിറ്റ് ആണ് സാധനം. നല്ല നമ്മൾ കൊണ്ടുവന്ന സാധനം ഒന്നും പറ്റത്തില്ലെന്ന് പറയാം. ഈ സാധനം ഉണ്ടെങ്കിൽ കൊണ്ടുപോകത്തുള്ളൂ. അങ്ങനെ നമ്മൾ നിർബന്ധിതരായിട്ട് വാടക എടുക്കേണ്ടി വന്നു. ഫുഡ് ഓർഡർ കൊടുക്കുന്നത് കയ്യും കാര്യം കാണിച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് പ്രാക്ടീസ് തുടങ്ങുന്നു. ഇവിടെയുള്ള വീടുകളുടെ പ്രത്യേകതയാണ് വലിയ ഗേറ്റ് ആയിരിക്കും, ഫുള്ള് കവർ ചെയ്ത്. അവിടെ പോകുന്ന വഴിക്കെല്ലാം കണ്ടില്ലേ, ചെറിയ വീടാണേലും വലിയ വീടാണേലും, ചെറിയ വീടുകളായാലും ഇതേപോലെ ഫുള്ള് ഗേറ്റ് ആയിരിക്കും. ഞാനാദ്യം ഓർത്തേ നമ്മുടെ വണ്ടിയിൽ നിന്ന് ചാടിപ്പോയെന്ന് ഓർത്താ ഞാൻ ഇരുന്നേ. കുഴി അടച്ചതാ. പക്ഷെ ഈ ആണിയേ അങ്ങനെ പരിപാടി ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യത്തെ
ചൂടുവെപ്പാണ്. വെക്കുന്ന രീതി ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വഴി കുത്തി പിടിച്ച് നമുക്ക് വലിയ പരിചയമൊന്നുമില്ല. നമ്മുടെ ഗൈഡാണ് ആശാൻ പറഞ്ഞത് നിങ്ങളാരും മുന്നിൽ പോകണ്ട. ആകെ മൊത്തം ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി നമ്മുടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് സംസാരിക്കത്തില്ല, അതാണ് പ്രശ്നം. ഇന്ന് 10.5 കിലോമീറ്റർ നടക്കണ്ടല്ലേ? ആ പോയി. നമ്മളൊക്കെ പിന്നെ വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പരിപാടിക്ക് പോകുന്നുള്ളതാണ്. ഇതെല്ലാം ലോക്കൽസ് ആയിരിക്കും മിക്കവാറും. എല്ലാരും ഓക്കെ അല്ലേ? ഹസൻ ബ്രോ ഓക്കെ അല്ലേ? ചിലർ ചോദിക്കുവേ എന്താണ് ഈ വട്ടാണോ ഇങ്ങനെയുള്ള പരിപാടി? ഈ ചെറിയ പ്രായത്തിൽ ബ്രോയ്ക്ക് എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ളൊരു ഒരു മോട്ടിവേഷൻ ഇതിൽ പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. നിങ്ങളുടെയൊക്കെ ഏജ് നല്ല ടൈമാണ്. ഞങ്ങൾക്ക് പിന്നെ കുറച്ചും കൂടെ സാർ എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. ഈ പ്രായത്തിൽ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് പലരും ചോദിക്കും. എന്നാ തോന്നുന്നു? പണി നോക്കാൻ പറയും. സാറ് ഒമാനിലാണ് അല്ലേ? പ്രിൻസിപ്പളാണ് അവിടുത്തെ സ്കൂളിലെ. നമ്മുടെ കൂട്ടത്തിലുള്ള ഗ്യാങ്ങുകളാണ്. എങ്ങനെയുണ്ട് അനീഷ് ബ്രോ? ഓക്കെ. അജി ബ്രോ എങ്ങനെയുണ്ട്? ഇതുപോലെ മിന്നിച്ചേക്കണം ഇനിയുള്ള ദിവസങ്ങളല്ലേ? നമ്മുടെ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ ഹസൻ ബ്രോയാണ്. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും പല കാര്യങ്ങളും ഉപകാരപ്പെടും. താഴെ കമന്റ് ചോദിക്കുക. ഹലോ. കുതിരപ്പുറത്ത് മുകളിലേക്ക് പോലെ നല്ല അടിപൊളി വ്യൂ. ഇത് നല്ല വെതറാണ് എന്തായാലും. നമ്മൾ ഭയങ്കര സ്പീഡിലല്ല നടക്കുന്നത്, വളരെ പതുക്കെ അല്ലേ? പതുക്കെ. ഇതാണ് ഇതിന്റെ ബേസ്. അതെ തന്നെ. ഇത് ഹസൻബർ രണ്ടാമത്തെ പ്രാവശ്യമാണ് അല്ലേ? ഏകദേശം ഇതിന്റെ പുറകിലായിട്ട് വരും നമ്മളുടെ മൗണ്ട് എൽബ്രൂസ്. നമ്മുടെ വൈകുന്നേരം ആയപ്പോഴത്തേനും അവിടെ മേഘം മൂടിയതുണ്ടോ? സോ അവിടെ സ്നോഫോൾ പോലെ ഒരു വിസിബിലിറ്റി പോകുന്ന ടൈം ആവും ആണല്ലേ? അതെ, വൈകുന്നേരങ്ങളാകുമ്പോൾ ഈ മഞ്ഞ് മൂടിയ സ്ഥലങ്ങളിൽ മിക്കവാറും വിസിബിലിറ്റി പോകും. സോ നല്ല ടൈം എന്ന് പറഞ്ഞാൽ രാവിലെയാണ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നമ്മൾ യാത്ര ആരംഭിച്ച് നമ്മൾ രാത്രി 10 മണി നമുക്ക് കയറാൻ പ്ലാൻ ചെയ്യണം. മൗണ്ട് എൽബ്രൂസ് സബ്മിറ്റ് ചെയ്യുന്ന ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റ്. ഓക്കെ, മാക്സിമം. ആ ആകുമ്പോഴത്തേനും വെതർ മോശമാവും. മെയ് അവസാനമൊക്കെ ആകുമ്പോഴത്തേനും വെതർ മോശമായിരിക്കും. ജൂൺ പകുതി തൊട്ട് ഓഗസ്റ്റ് അവസാനം വരെ. വടി വെട്ടാൻ പോയിട്ടുള്ളൂ. ഇന്ന് നമ്മൾ ക്ലൈംബ് ചെയ്ത് ചെല്ലേണ്ടത് മുകളിൽ വരെയാണ്. ഈ മൗണ്ടൈൻ്റെ പ്രത്യേകത അങ്ങനെയാണ്, എവിടെ നോക്കിയാലും ഒരേപോലെ ഇരിക്കും. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ക്യാമ്പിംഗ് പ്ലേസ് ഇവിടെയാണ്. നമ്മൾ താഴെ നിന്ന് പോകുന്നതിന് ശേഷം റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്ന സ്ഥലമാണ്. ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ടോയ്ലറ്റിൽ പോകാം.
എന്നാ വ്യൂ നോക്കി. ഓരോരുത്തർക്കും അവരുടേതായ ഒരു പാഷനുണ്ട്. ആ അത് മനസ്സിലാക്കാത്തവർ അതിനെ മാഡ്നസ് എന്ന് വിളിക്കും, ആ മനസ്സിലാകുന്നവർ അതിനെ അപ്രീസിയേറ്റ് ചെയ്യും. ഓക്കെ. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് ഡസൻറ്റ് ഹാസ് ടു മേക്ക് സെൻസ് ടു എനിവൺ എൽസ്. അടിപൊളി അടിപൊളി. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ ബ്രോയുടെയൊക്കെ നല്ല ഈ ടൈമിലാണ് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടി ഇത് പോകാൻ പറ്റുന്നതെന്ന് പറയുന്നത്. അടിപൊളി. അപ്പോൾ ഇനിയും പല മൗണ്ടനുകൾ കീഴടക്കാൻ സാധിക്കട്ടെ. ഇതാദ്യം കീഴടക്കാൻ പറ്റട്ടെ, എന്നിട്ട് നമ്മൾ തീർച്ചയായിട്ടും ആലോചിക്കുന്നതായിരിക്കും. എല്ലാവരും അടുത്തോ? എവിടെ തുടങ്ങിയല്ലോ. തുടങ്ങിയുള്ളൂ. ഓക്കെ അല്ലേ സാറേ? സന്തോഷം. ഇതൊന്നുമില്ല. തെന്നി പോയാൽ തീർന്നു അല്ലേ? ഞങ്ങൾ ആംഗ്യ ഭാഷയിൽ ഞങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കും. ഇവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ട്. ആ സ്കീയിങ് റിസോർട്ടാണ്. അങ്ങനെ നമ്മൾ എവിടെയാണ്? ഓക്കെ, ഇവിടെ എത്തിയുള്ളൂ അല്ലേ? ഇവിടെ എത്തിയതേ ഉള്ളൂ. ഇവിടുന്ന് 3500 മീറ്റർ അടുത്താകാറായിട്ടുണ്ട് ഇപ്പം. ആ മൊത്തം 5642 മീറ്റർ അല്ലേ? ആ ആ ഓടെ ശരിയാണ്. എത്ര ഒരു ചെറിയൊരു വാട്ടർഫാൾസ് ഉണ്ട്. Потом хоп, тоже тук-тук и сноукат, и вниз, и yes. ഓക്കെ. അങ്ങനെ സമയം 9 മണിയാവുകയാണ്. ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടി താഴെ ചെന്ന് കഴിഞ്ഞാൽ തീരും. എല്ലാവരും നടന്ന് അവശ ക്ഷീണം പറയത്തേക്കില്ല കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നേരെ രണ്ടാമത്തെ ദിവസം വീട്ടിൽ കയറാൻ പോവാണ്. ഇത് ചിക്കൻ ചീസ്, പക്ഷേ ഇത് ചട്ടി ഭയങ്കര ചൂടാണ്. ചട്ടിയിൽ അറിയാണ്ട് കൈ തൊട്ടാണ്, കൈ വരെ പൊള്ളിപ്പോയി.